ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നുള്ളത് നമുക്കറിയാം. സോ ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 3000 റുപ്പീസ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ബിഗിനിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യണം, എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം, ആൻഡ് മിഡിൽ വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മന്ത്ലി ബിഗിനിങ് മിഡിൽ എൻഡിലെല്ലാം നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇയർലി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 12 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 12 ഇൻറ്റു 3000 ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടിയിട്ടുണ്ട് 36,000 എന്നുള്ള. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു ആവറേജ് പീരിയഡ് ബൈ 12. ഇവിടെ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആവറേജ് പീരിയഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബിഗിനിങ്ങിൽ ആവറേജ് പീരിയഡ് 6.5 ആണ്, എൻഡിൽ 5.5 ആണ്, ആൻഡ് മിഡിൽ വന്നിട്ടുള്ളത് 6 ആണ്. അപ്പോൾ അതിന് ഒരു ടിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമ്പർ ഓഫ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് ഡ്രോയിങ്സ് പ്ലസ് നമ്പർ ഓഫ് മന്ത്സ് ലെഫ്റ്റ് ആഫ്റ്റർ ലാസ്റ്റ് ഡ്രോയിങ്സ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും നമ്മൾ ഫോളോ ചെയ്യാതെ തന്നെ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ട്രിക്ക് ഉണ്ട്, അത് പറഞ്ഞു തരാം. സോ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ ബിഗിനിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവാം, എൻഡ് ഉണ്ടാവാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ഇയറിൽ നമുക്ക് വരുന്നത് നമ്പർ ഓഫ് ഡ്രോയിങ്സ് നമ്മൾ പറഞ്ഞു 12 ടൈംസ് ആണ്. അപ്പോൾ അതിൻ്റെ അതാണ് ഹാഫായിട്ട് എടുക്കുമ്പോൾ 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മിഡിലിൽ നമ്മൾ ആവറേജ് പീരീഡ് 6 ആണ്. അപ്പോൾ എൻഡിൽ നമുക്ക് എന്ത് കിട്ടും? 0.5 നമ്മൾ മൈനസ് ചെയ്യുക എന്നുള്ളതാണ്. 0.5 അങ്ങനെ 0.5 നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എൻഡിൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് പീരീഡ് 5.5 എന്ന് കിട്ടി. ബിഗിനിങ്ങിൽ നമുക്ക് കിട്ടുന്നത് 0.5 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് കിട്ടി? 6.5 എന്നുള്ളത് കിട്ടി. അപ്പോൾ ആ ഇക്വേഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആൻഡ് ക്വാർട്ടർലിൻ്റെ കേസിൽ നമുക്ക് മെജോറിറ്റി കേസസിലും ചോദിച്ചിട്ടുണ്ട്. സോ ബിഗിനിങ് മിഡിൽ എൻഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മിഡിൽ നമ്മൾ ആവറേജ് പീരീഡ് പഠിക്കുക, മന്ത്ലിൻ്റെ ബേസ് അതുപോലെ തന്നെയാണ് 6 ആണ് വരുന്നത്. സോ എൻഡിൽ വരുന്നത് എങ്ങനെയാണ്? 1.5 മൈനസ് ചെയ്യുക എന്നുള്ളതാണ് ക്വാർട്ടർലിയുടെ കേസിൽ. അപ്പോൾ 4.5 നമുക്ക് കിട്ടും. ആൻഡ് ബിഗിനിങ് എന്ന് പറയുന്നത് 1.5 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 7.5 കിട്ടും എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ബിഗിനിങ്ങിലുള്ള എത്ര കിട്ടിയിട്ടുണ്ട്? 1755 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എൻഡിലുള്ളായിരുന്നു. എൻഡിലുള്ളത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1485 കിട്ടിയിട്ടുണ്ട്. ആൻഡ് മിഡിലുള്ളത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1620. ഓക്കെ, താങ്ക് യു.